സർപ്രൈസ് റെഡി. നീ കേട്ടണ്ടാ? സർപ്രൈസ് റെഡി. വാ വായു വാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് സന്തോഷം വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. ഞാനങ്ങനെ പറഞ്ഞത്, എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ഒരു പഴയ ടി വി ഉണ്ട്. ഞാൻ അവളെ പെണ്ണ് കാണാൻ പോയപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ആ ടി വിയാണ്. വളരെ പഴയതാണ്, ഫിലിപ്സിൻ്റെ. സോ അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് നാളെ വിചാരിക്കുന്നു. സോ ഇന്ന് അതിനുള്ളൊരു പറ്റിയ ദിവസമാണെന്ന് തോന്നി. സോ ഇത് ഇവർക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി ഞാൻ വൈഫിൻ്റെ അനിയനെയും കൊണ്ടാണ് നമ്മുടെ തൃശ്ശൂർ മൈജി ഫ്യൂച്ചറിൽ പോയത്. അവിടെ വെച്ച് ഞങ്ങൾ ടി വികൾ നോക്കി സെലക്ട് ചെയ്ത് അതിൽ ബഡ്ജറ്റായിട്ടുള്ളൊരു ടി വി, ഒരു 43 ഇഞ്ചിൻ്റെ G.Dot എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സ്മാർട്ട് ടി വി ഞാനെടുത്തു. ഞാൻ ടി വി വാങ്ങാൻ പോകുന്ന കാര്യം മരിയോടോ അതോ അവരുടെ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനിത് എൻ്റെ വീട്ടിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അളിയനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നത്. ഞങ്ങൾ ഷോറൂമിൽ നിന്ന് നേരെ പിന്നെ ഗോഡൗണിലേക്ക് പോയി അവിടെ വെച്ചിട്ടാണ് ടി വി ചെക്ക് ചെയ്യുന്നത്. സോ ഈ ടി വി ഞങ്ങളെടുത്ത് കാണിക്കുന്നത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജോക്സനാണ്. ജോക്സൺ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി. ഇതിന് മുമ്പ് വേറൊരു സ്ഥലത്തായിരുന്നു. സോ ടി വി ഒക്കെ ഞങ്ങൾക്ക് ഓൺ ചെയ്ത് വർക്കിംഗ് ആണെന്നൊക്കെ ഉള്ളത് ആൾ അവിടെ വെച്ച് കാണിച്ച് തന്നു. അതേപോലെ തന്നെ അതിൻ്റെ വാറൻറ്റി ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. ശരിക്കും എൻ്റെ മൈൻഡിൽ ഒരു LCD ടി വി വാങ്ങണമെന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു LCD ടി വിയുടെ പൈസയ്ക്ക് നമുക്ക് ഒരു സ്മാർട്ട് ടി വി അവൈലബിൾ ആണ്. അതായത് ബൂം ചെയ്ത് വരുന്ന മൈജിയുടെ തന്നെ ഒരു ബ്രാൻഡായിട്ടുള്ള G.Dot എന്ന് പറയുന്ന കമ്പനിയുടെ. ഇതിന് നല്ല വാറൻറ്റി അവർ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഞാനിപ്പോൾ ഇടുന്ന ഒരു 2 ഇയേഴ്സിന് ശേഷമാണ്. അപ്പോൾ ഈ 2 ഇയേഴ്സായിട്ട് സ്റ്റിൽ റണ്ണിങ് ആണ്, വിത്തൗട്ട് എനി പ്രോബ്ലം. ആ ടി വി പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. വെക്കേ എടുത്ത് വെക്കറോളിക്ക് പേപ്പർ എടുത്ത് വെക്കേ. തിരിച്ച് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇവരോട് പറയുന്നത് ടി വി ഇവിടേക്കാണ് വാങ്ങിയതെന്ന്. അത് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തുണ്ടായ സന്തോഷം, അത് കാണാനായിരുന്നു നമ്മൾ ഇത്രയും കളി കളിച്ചത്. പഴയ ടി വി മാറ്റിയോ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ പഴയ ടി വി മാറ്റിയിട്ട് പുതിയ ടി വി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ ഈ ടി വി വാങ്ങാൻ പോകുന്ന കാര്യം ഞാനിവിടെ മരിയോട് പോലും പറഞ്ഞിട്ടില്ല. മരിയ അവിടെ കിടന്ന് ഉറങ്ങുവാണ് കുഞ്ഞിൻ്റെ അടുത്ത്. സോ അവളെ പോയി വിളിച്ചിട്ട് വരാം. സർപ്രൈസ് റെഡി. നീ ഞെട്ടണ്ടാ? സർപ്രൈസ് റെഡി. വാ വായു വാ. സിസേറിയൻ ഡെലിവറി കഴിഞ്ഞതിൻ്റെ പെയിനും അതേമാതിരി തന്നെ പോസ്റ്റ് പ്രഗ്നൻസിയുടെ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരി നല്ല റെസ്റ്റിലാണ്. പെട്ടെന്ന് എണീക്കാനൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടി പാവം. ഇങ്ങനെ മരിയനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട്. എന്നിട്ട് നോക്ക്, ആരണോ? ടി വി ആണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്കും ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം അവൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിലൊരു ടി വി പുതിയത് വാങ്ങിച്ചു വെക്കണമെന്ന്. കല്യാണത്തിൻ്റെ തിരക്കും അത് കഴിഞ്ഞ് പിന്നെ സെൻറ്റ് മാർട്ടിനിലേക്കുള്ള പോക്കും പിന്നീട് ഉള്ള പ്രഗ്നൻസി ഡേയ്സും എല്ലാം കൊണ്ട് ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആ ആഗ്രഹം നമ്മൾ പെട്ടെന്ന് സാധിച്ചു കൊടുത്തു. മരിയും ഹാപ്പി, മരിയനെ പോലെ തന്നെ ഫാമിലിയിലുള്ള എല്ലാവരും ഹാപ്പിയാണ്. അറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് മാത്രം കുറച്ച് വിഷമമായിട്ടോ. ഒത്തിരി പൈസ കൊടുത്ത് ഇപ്പോൾ ഇതൊന്നും വാങ്ങിക്കേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ അത്രയും പൈസയൊന്നും ചിലവഴിച്ചിട്ടില്ല. നല്ലൊരു ബ്രാൻഡഡ് LCD ടി വിയുടെ വിലയ്ക്കാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വി കിട്ടിയിരിക്കുന്നത്. അതും 43 ഇഞ്ചാണ്. ഞാനൊരു 32 ഇഞ്ചാണ് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പഴയ ടി വി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കേബിൾ കണക്ഷൻസൊക്കെ വിടിയിക്കാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് പണി വിട്ട് ഞങ്ങൾ അത് ഓരോന്നായിട്ട് വിടിയിച്ചു. നല്ല ഹെവി ആയിരുന്നു കേട്ടോ ടി വി. ഫിലിപ്സിൻ്റെ ആണ് ടി വി. ഇപ്പോഴും വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിത് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറ്റുവാണ്.
എന്നിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന ടി വി ഈ മെയിൻ ഹാളിൽ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് ഇത് ആ ഒരു ടി വി സ്റ്റാൻഡിൽ, പണ്ടത്തെ ടി വി സ്റ്റാൻഡാണ്, അതിൽ ഫിറ്റ് ആവുമോ എന്നുള്ളതാണ്. കാരണം ടി വിക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇനി അത് ഫിറ്റ് ആയില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വേറൊരു പ്ലാറ്റ്ഫോം അതിന് വേണ്ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഈ ചുമരിൽ ഡ്രിൽ ചെയ്ത് വെക്കാനായിട്ടാണ് പ്ലാന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കച്ചറകളൊക്കെ മാറ്റിയിട്ട് സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ ടി വി വാങ്ങിയതിൽ ഏറ്റവും സന്തോഷം ഇവിടുത്തെ അപ്പാപ്പനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടി വി വെക്കാനുള്ള സ്പേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ടി വിയുടെ അൺബോക്സിങ് ആണ്. അപ്പോൾ അൺബോക്സിങ് ഞാൻ ഇവിടുത്തെ അമ്മേനെ കൊണ്ട് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നത്. കാരണം അമ്മയാണ് കേട്ടോ ഇവിടെ ഏറ്റവും ലീസ്റ്റ് ടൈം ടി വി കാണുന്ന ഒരാൾ. വീട്ടിലെ എല്ലാ പണികളും പിന്നെ ഇപ്പോൾ മരിയും കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ അമ്മയ്ക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ല. ഇത് 1 year വാറന്റി ഉണ്ട്. അപ്പോൾ ഈ പെട്ടി വേണ്ട. നമ്മൾ ഈ ബോക്സ് തുറന്നിട്ട് ടി വി പുറത്തെടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ ആ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് സന്തോഷം വാങ്ങിക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മൾ പൈസ കൊടുത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പലർക്കും അത് സന്തോഷകരമായിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അത് എന്താ പറയുക, വെറുതെ പാഴായി പോയ പൈസയാകും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. സോ അത് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെയുള്ള കുറച്ച് പ്രവൃത്തികൾ നമ്മുടെ വീട്ടിലും മറ്റുള്ളവർക്കും സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഒരുപാട് വട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ സന്തോഷം ഉണ്ടാകാനായിട്ട് ദൈവം ഇടവരുത്തുമെന്നാണ്. എൻ്റെ ജീവിതത്തിൽ അത് ശരിയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ഒരുപാട് ഹെൽപ്പുകളായിട്ട് കുറേ പേര് കടന്നു വന്നിട്ടുണ്ട്. ടി വി അൺബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റാൻഡ് വെച്ച് പിടിപ്പിക്കാനുള്ള പണിയിലായിരുന്നു ഞാനും പപ്പയും. കുറച്ച് നേരം എടുത്തു കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കാനായിട്ട്. ടി വിയുടെ സ്റ്റാൻഡ് ഞങ്ങൾ ശരിയാക്കുന്നത് നോക്കിയിട്ട് അപ്പാപ്പനും പേപ്പനും ഭയങ്കര ആകാംക്ഷയോടെ അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ടി വി കൊണ്ടുവന്നതിനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ അതോ ഓവർ സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, പപ്പയുടെ കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടി വിയുടെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ആ ടി വി പ്ലേസ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ മുമ്പ് വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു ടേബിളിൽ അതിൻ്റെ ടി വിയുടെ വിഡ്ത്ത് കാരണം അതിൽ കൊള്ളാതെ വന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടുത്തെ ഷെൽഫിൽ ഈ ടി വി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്റ്റാൻഡ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. സോ അധികം വൈകാതെ തന്നെ ടി വി ചുമരിൽ ഡ്രില്ല് ചെയ്ത് അതും ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ടി വി നമ്മൾ ഓൺ ചെയ്യാണ് കേട്ടോ. ഇനീഷ്യലായിട്ട് ടി വി ഓൺ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം കുറച്ച് വരാനായിട്ട് ലാഗ് അടിച്ചായിരുന്നു. ടി വി ഓൺ ചെയ്തിട്ട് എല്ലാം വർക്കിംഗ് ആണോ എന്ന് നോക്കണം. അതിനുശേഷം നമ്മുടെ കേബിൾ കണക്ഷൻസൊക്കെ കൊടുത്തിട്ട് ടി വി നമ്മൾ നോർമൽ കാണുന്നത് പോലെ കാണാനായിട്ട് വെച്ച് കൊടുക്കാൻ പോവാം. പക്ഷേ ഈ ടി വിയുടെ സെറ്റപ്പ് ബോക്സ് ഈ ഷെൽഫിൽ ഫിറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ടി വി അവിടെ നിന്ന് മാറ്റി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ടീ പോയിമേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതില് സാധാരണ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റാ നിനക്ക് എന്തിട്ടാ വേണ്ടത്? ഇപ്പൊ ഫോൺ കണക്ട് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. സ്മാർട്ട് ടിവിയിലൊക്കെ വരും. നീ അങ്ങനെ കേബിൾ സെറ്റ് ബോക്സിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ടി വി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പപ്പയ്ക്കും അതുമാതിരി തന്നെ മാർട്ടിനും ഉണ്ടായിരുന്ന ഡൗട്ടുകളൊക്കെ എനിക്കറിയാവുന്ന പോലെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്കിതിൽ ടി വി പ്രോഗ്രാംസ് ഓരോന്നായിട്ട് റൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ റിമോട്ടിൽ എങ്ങനെയാണ് വന്നേക്കണമെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതും ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ടി വിയിൽ ഇങ്ങനത്തെ ഫങ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴായിരിക്കും പിന്നെ നമുക്ക് സ്മൂത്തായിട്ട് ടി വി റൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. എനിവേ ഞാനും ഇതിൻ്റെ സ്മാർട്ട് ടി വിയുടെ ഫങ്ഷൻസൊക്കെ ഒന്ന് നോക്കി പഠിക്കുമായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ടി വിയിൽ നമ്മൾ കേബിൾ എടുക്കേണ്ടതെന്നൊക്കെ. സോ നോർമലായിട്ട് ഇപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പ് ബോക്സ് ഇതിൽ വർക്ക് ചെയ്ത് കണ്ടെങ്കിൽ ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. അപ്പാപ്പനായാലും ഇവിടെ പേപ്പനൊക്കെ ആയാലും ടി വി ഒരുപാട് കാണുന്ന ആൾക്കാരാണ്. സോ അവർക്കതാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റിൽ സ്മാർട്ട് ടി വി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. നമ്മൾ നോർമൽ കേബിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറായാ ബാബാ? എങ്ങനെയുണ്ട്? ടി വിയിൽ ഇത് കണ്ടപ്പോൾ അപ്പാപ്പൻ്റെ മുഖത്ത് സന്തോഷം ഒന്നും കാണണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പൈസ കൊടുത്ത് സന്തോഷം വാങ്ങിച്ചത്. ഇനി ഇവിടെ മാർട്ടിൻ്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയ ആഘോഷം കൂടി ഉണ്ട് കേട്ടോ. മാർട്ടിൻ മോഹൻ്റെ 20ാമത്തെ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. 20 വർഷം കർത്താവേ അങ്ങയുടെ കരുണയുടെ കീഴിൽ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കീഴിൽ, അങ്ങയുടെ കരത്തിൻ്റെ കീഴിൽ അവനെ കൊണ്ട് നടന്ന് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. അവൻ്റെ ഇനിയുള്ള ജീവിതത്തെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകവും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു കുഞ്ഞത്ത, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you, may the good God bless you, may the good God bless you dear, happy birthday to you.